ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പച്ചരി കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇറച്ചിക്കറികളുടെ കൂടെയോ കടലക്കറിയുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എപ്പോഴും ഒരേ രീതിയിൽ ചെയ്തെടുക്കാതെ ഒന്ന് വെറൈറ്റി ആക്കിയിട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള നല്ലൊരു ഷേപ്പിലാക്കി മാറ്റുക. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ മക്കൾ കാണുന്നുണ്ടെങ്കിലും ഒരു കൗതുകമൊക്കെ തോന്നും. അതുപോലെ പെട്ടെന്ന് അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിനായി ആദ്യം തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ 3 കപ്പ് പച്ചരി നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു 3 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിരുന്നതാണ്. അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. പച്ചരി സാദാ പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. റേഷൻ പച്ചരി ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് ഒന്നിച്ച് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, 2 പ്രാവശ്യമായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പച്ചരി തന്നെ അരയ്ക്കാനുണ്ട്, അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതുകൂടെ അരച്ച് നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിന് 1/4 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണ് കൂടുതൽ നല്ലത്. ഇനി അടുത്തതായിട്ട് ഒരു നുള്ള് പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഗ്രാമ്പു ആണ്. ഒരു 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ള് ഈസ്റ്റും ഒരു നുള്ള് സോഡാപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടർ ഒരു പീസ് ഇട്ട് കൊടുത്താലും മതി. ഈ ഒരു ട്രിപ്പ് പച്ചരിയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഇതേ അളവ് തന്നെ അടുത്ത ട്രിപ്പ് പച്ചരി അരയ്ക്കുമ്പോഴും ഇട്ട് കൊടുക്കുക. ഉള്ളി മാത്രം ഇട്ട് കൊടുക്കണ്ട, ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ട് നല്ല പോലെ അരച്ചതിന് ശേഷം ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പരുവം കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ ഉള്ളി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ട്രിപ്പും അരച്ചതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവത്തിലാണ് ഇപ്പോൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒരു 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കണം. എന്നിട്ട് വേണം നമ്മളിത് എടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട്. ഇത് ആവിയിൽ മാത്രമല്ല വേവിച്ചെടുക്കുന്നത്, നമുക്കല്ലാതെ ദോശയായിട്ടോ അപ്പമായിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊന്ന് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. എന്തായാലും 2-3 മണിക്കൂർ നേരം മാവൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഡലി തട്ടിൽ നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെയും വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇതുപോലെ പേപ്പർ ഗ്ലാസ്സിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം അതിലേക്ക് ഓരോ കയ്യിൽ മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചതിന് ശേഷം അതിൽ അരിപ്പത്തട്ട് ഇറക്കി വെച്ച് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലുള്ള ആ ഒരു വെള്ളം നല്ല പോലെ തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലും ഇട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാം. ഒരു 25-30 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് നല്ല പോലെ വെന്ത് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ തന്നെ ഇത് വെന്ത് വരുമ്പോൾ തന്നെ ഇളകിയിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇളക്കിയെടുക്കാനും പറ്റും. ഇതിപ്പോൾ കാണാനും തന്നെ നല്ല ഭംഗിയുണ്ട്. ഈ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാനിതുപോലെ പേപ്പർ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള ചെറിയ ബൗളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ബൗളിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.